പിന്നെ കുറേ പേര് ചോദിക്കുന്ന ചോദ്യമാണ്, പരുന്ത് വട്ടം ചുറ്റുന്നത് കുറേ പേര് കണ്ടിട്ടുണ്ട്. ശബരിമലയിലായാലും അല്ലെങ്കിൽ പല സ്ഥലത്തും പരുന്ത്. ഇപ്പം നിങ്ങളുടെ നാട്ടിൽ ഒരാൾ മരിച്ചാലും പരുന്ത് വന്നിട്ടുണ്ടാവും, അങ്ങനെ ദഹിപ്പിക്കുമ്പോൾ പരുന്ത്, അങ്ങനെ കുറേ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഗരുഡൻ എന്നാണ് പഴയ ആളുകൾ തന്നെ വിശേഷിപ്പിക്കുക. അപ്പോൾ ഗരുഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗരുഡന് പ്രത്യേക കഴിവുണ്ട്. നമ്മുടെ ഹനുമാനൊരു കഴിവുള്ളതുപോലെ, റഡാറിങ് കപ്പാസിറ്റി ഉള്ളതുപോലെ പരുന്തിന്, ഗരുഡന് ഒരു റഡാറിങ് കപ്പാസിറ്റി ഉണ്ട്. അതായത് എന്തെങ്കിലും ഒരു കാര്യം ഭൂമിയിൽ ഏതെങ്കിലും ഒരു വിഷയം, ഒരു എനർജി ഫോഴ്സ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഗ്രാസ്പ് ചെയ്ത് കിലോമീറ്റർ അകലെ നിന്നും, ഇപ്പോൾ ഉദാഹരണം ഒരു കൊതുക് 2 കിലോമീറ്റർ അകലിൽ നിന്നും ഒരാളുടെ ബ്ലഡിൻ്റെ സ്മെല്ല് പിടിച്ച് വരുന്നു എന്ന് ശാസ്ത്രം പറയുന്നുണ്ടല്ലോ, അതുപോലെ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ നിന്ന് പോലും ഒരു ഗരുഡൻ അല്ലെങ്കിൽ ഒരു പരുന്തിന് ഒരു സ്ഥലത്തേക്ക് പറന്ന് വരാൻ പറ്റും. ഇന്ന സ്ഥലത്ത് ഇന്ന പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന അവിടെ എന്തോ സംഭവിക്കുന്നുണ്ട് എന്ന് കരുതിയിട്ട് മുൻകൂട്ടി അറിഞ്ഞ് 1000 കിലോമീറ്റർ അകലെ നിന്ന് വരെ വരാൻ കഴിയും. അതാണ് ഗരുഡൻ്റെ ഏറ്റവും പ്രത്യേകത. അതുകൊണ്ട് ഗരുഡൻ പരുന്ത് വട്ടം വിട്ട് പറക്കുന്നുണ്ടെങ്കിൽ അവിടെ അത് എര പിടിക്കുന്നത് വേറെ, ഞാൻ പറയുന്നത് ശബരിമലയിലും മറ്റുള്ള കണ്ടിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവിടെ ഒരു എനർജി ഫോഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? ഗരുഡനുണ്ട്. അതുകൊണ്ടാണ് ഈ ഗരുഡൻ പരുന്ത് ഇങ്ങനെ വട്ടം വിട്ട് പറക്കുന്നത്. അത് ഭക്ഷണം തേടി മാത്രമല്ല, മറ്റു പല കാര്യങ്ങൾക്കും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പല സ്ഥലത്തും കാണാൻ പറ്റും. ഇതാണ് എൻ്റെ സീക്രട്ട്.